ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സൺസിറ്റി ജുവലറി പത്തനാപുരം, വിജയകൃഷ്ണ ജുവലറി പുനലൂർ, ഇലഗൻ ഇവന്റ്സ് കാറ്ററിംഗ് പത്തനാപുരം, പവിത്രം ജുവലറി പുനലൂർ, പാലിത്ര ഫാഷൻ ജുവലറി പുനലൂർ, തോട്ടുകടവിൽ പുനലൂർ, ജോസ് ടെക്സ്റ്റൈൽസ് പുനലൂർ. Pure golden beauty. My dream girl. For your wedding. Sun City Golden Diamonds, Main Road, Pattanapuram. 100% BIS Hallmark Gold. ദേവ സ്റ്റാർ ഹോംസ് കെട്ടിട നിർമ്മാണം സ്വപ്ന സമാനമാക്കുവാൻ ദേവ സ്റ്റാർ ഹോംസിൽ വശ്യചാരുതയാർന്ന വർണ്ണവിസ്മയം ഒരുക്കിയിരിക്കുന്നു. ബാത്റൂമിന്റെ ഭംഗിയും ശുചിത്വവും ദേവ സ്റ്റാർ ഹോംസിലൂടെ ലോകോത്തര നിലവാരം പുലർത്തുന്നു. ഇലക്ട്രിക്കൽ, ഗ്ലാസ് വാഷ് ബേസിൻ, മിറർ, ബാത്റൂം ഫിറ്റിംഗ്സ്, മോഡുലാർ കിച്ചൺ, പ്ലംബിംഗ്, ടൈൽസ്, സാനിറ്ററി, പെയിന്റ്, ഫർണിച്ചർ, ഗ്രാനൈറ്റ്, സിമെന്റ്, CP fancy items. Best quality product is our responsibility. Deva Star Homes, Punalur, Pattanapuram. അന്താരാഷ്ട്ര നിലവാരമുള്ള പരിശുദ്ധിയിലും അപൂർവ ഫാഷനിലുമുള്ള സ്വർണ്ണാഭരണങ്ങൾ ഇപ്പോൾ നിങ്ങൾക്കരികിൽ. വിജയകൃഷ്ണ ജുവല്ലേഴ്സ്, കൊട്ടാരക്കര, പുനലൂർ, ചടയമംഗലം, പത്തനാപുരം. പുനലൂർ ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് നിയർ എക്സൈസ് സർക്കിൾ ഓഫീസ്, തൊളിക്കോട്, പുനലൂർ. എല്ലാവിധ ബ്രാൻഡഡ് കമ്പനികളുടെയും വിപുലമായ ശേഖരം. ബ്രാൻഡഡ് കമ്പനികളുടെ ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് ഐറ്റംസ്, സാനിറ്ററികൾ, ലൈറ്റ് ഫിറ്റിംഗ്സ്, ഫാൻസി ലൈറ്റുകൾ, ന്യൂ ജനറേഷൻ LED ലൈറ്റുകൾ എന്നിവ മിതമായ നിരക്കിൽ ഇവിടെ നിന്നും ലഭിക്കുന്നു. ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് നിയർ എക്സൈസ് സർക്കിൾ ഓഫീസ്, തൊളിക്കോട്, പുനലൂർ. സേവ് ഇലക്ട്രിസിറ്റി ആൻഡ് ASL Traders, Alimukkad, Punalur. Contact 98465 04688 70250 61801. നിങ്ങളുടെ സ്വപ്ന സൗധങ്ങൾക്ക് വർണ്ണപ്പകിട്ടേകാൻ ഏഷ്യൻ പെയിന്റ്സ്, ബർജർ പെയിന്റ് തുടങ്ങി എല്ലാ പ്രമുഖ കമ്പനികളുടെയും എല്ലാവിധ പെയിന്റുകളും ഹോൾസെയിൽ വിലയിൽ ലഭ്യമാണ്. ഡോർ ലോക്സ്, ഹാൻഡിൽസ്, ടവർ ബോൾട്ട്, അലൂമിനിയം ഫിറ്റിംഗ്സ്, വെൽഡിംഗ് റോഡ്, കട്ടിംഗ് ബ്ലേഡ്സ് തുടങ്ങി എല്ലാവിധ ഹാർഡ്വെയർ ഐറ്റംസും ഇവിടെ ലഭ്യമാണ്. ASL Traders, Alimukkad, Punalur. കമ്പനി, പത്തനാപുരം. വാസ്തുവിദ്യയുടെ താളിയോല ഗ്രന്ഥങ്ങളിൽ നിന്നും ആവാഹിച്ചെടുത്ത കരവിരുത്. വാസ്തുവിദ്യയുടെ പൊരുളറിഞ്ഞ 5 പതിറ്റാണ്ടിന്റെ ഉജ്ജ്വല പാരമ്പര്യവുമായി പോൾ ആൻഡ് കമ്പനി, പത്തനാപുരം. കേരളത്തിലെ ഈട്ടിയുടെയും തേക്കിന്റെയും ഈറ്റില്ലമായ പത്തനാപുരത്തു നിന്നും തുടങ്ങുന്ന ജൈത്രയാത്ര. ഇറക്കുമതി ചെയ്യുന്ന യൂസ് ആൻഡ് ത്രോ ഫർണിച്ചറിന്റെ കാലം കഴിഞ്ഞു. ഇനി ആർഷഭാരതത്തിന്റെ മുഖമുദ്രയായ ഈട്ടിയുടെയും തേക്കിന്റെയും ഫർണിച്ചർ ആജീവനാന്ത ഗ്യാരണ്ടിയോടെ ഉപയോഗിക്കൂ. പോൾ ആൻഡ് കമ്പനി, ഹെഡ് ഓഫീസ്, പത്തനാപുരം. ഇനിയെന്നും ഗൃഹോപകരണങ്ങൾ പലിശരഹിത വായ്പയിലൂടെ സ്വന്തമാക്കാൻ അവസരം. നോക്കട്ടെ. വൈറ്റ് മാർട്ട്, സൗത്ത് ഇന്ത്യസ് ലാർജസ്റ്റ് ഹോം അപ്ലയൻസസ് റീറ്റെയിൽ നെറ്റ്വർക്ക്. കുറുമ്പലിൽ ഇലക്ട്രോണിക്സ് എല്ലാ പ്രമുഖ കമ്പനികളുടെയും എയർ കണ്ടീഷണറുകൾ, ടെലിവിഷനുകൾ, റെഫ്രിജറേറ്ററുകൾ, മിക്സികൾ, ഗ്രൈൻഡറുകൾ, ഗ്യാസ് സ്റ്റവുകൾ, ഇൻഡക്ഷൻ കുക്കറുകൾ, ആൻഡ് ബോക്സുകൾ, തയ്യൽ മെഷീനുകൾ, ഹോം തിയേറ്ററുകൾ, ലാപ്ടോപ്പ്, സെറ്റ് ടോപ്പ് കമ്പ്യൂട്ടറുകൾ തുടങ്ങി ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽ ഉൽപ്പന്നങ്ങൾ, പെയറുകൾ ഇവിടെ നിന്നും മിതമായ വിലയിൽ ലഭ്യമാണ്. കുറുമ്പലിൽ ഇലക്ട്രോണിക്സ്, SBTക്ക് സമീപം, മെയിൻ റോഡ്, പുനലൂർ. നമസ്കാരം. ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ സുരേഷ് കുമാർ. പ്രധാന വാർത്തകൾ. CPM സ്വീകരിച്ചു വരുന്ന നയപരമായ വഞ്ചനകൾക്കെതിരെ പാർട്ടി വിടുന്നതായി നേതാക്കൾ. അഞ്ചലിൽ 300ഓളം പാർട്ടി പ്രവർത്തകരും അനുഭാവികളും BDJSൽ ചേർന്നു. പത്തനാപുരം ടൗണിലെ ഭക്ഷണശാലകളിൽ ആരോഗ്യ ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി. 22 വ്യാപാര സ്ഥാപനങ്ങൾക്കെതിരെ നടപടി. ബിവറേജസ് ഔട്ട്ലെറ്റിൽ നിന്നും തുകയില്ലാതെ ബില്ലുകൾ നൽകി ക്രമക്കേട് നടത്തുന്നതായി പരാതി. തെന്മല ഔട്ട്ലെറ്റിലായിരുന്നു സംഭവം. വാർത്തകൾ വിശദമായി. CPM സ്വീകരിച്ചു വരുന്ന നയപരമായ വഞ്ചനയ്ക്കെതിരെ പാർട്ടി വിടുന്നതായി CPM നേതാക്കൾ അറിയിച്ചു. അഞ്ചലിൽ പാർട്ടി പ്രവർത്തകരും അനുഭാവികളും അടക്കം 300ഓളം പേരാണ് CPMൽ നിന്ന് രാജിവെച്ച് BDJSൽ ചേർന്നത്.
CPM സ്വീകരിച്ചു വരുന്ന നയപരമായ വഞ്ചനയിൽ പ്രതിഷേധിച്ചാണ് CPM വിടുന്നതെന്നും അഭിപ്രായം പറയുന്നവരെ തള്ളിപ്പറയുന്ന സമീപനമാണ് CPM സ്വീകരിച്ചു വരുന്നത്. ചതിയന്മാരുടെ കൂടാരമായി CPM മാറിക്കൊണ്ടിരിക്കുന്നു എന്നും തുടർന്ന് താനടക്കം 300 CPM പ്രവർത്തകരും അനുഭാവികളും BDJS-ൽ ചേർന്ന് പ്രവർത്തിക്കുമെന്നും KP രാജു പറഞ്ഞു. ഞാൻ 35 വർഷക്കാലമായി CPM-ന്റെയും അതിൻ്റെ വർഗവിഭജന സംഘടനയിലും സജീവമായി പ്രവർത്തിച്ചു വരുന്ന ആളാണ്. ഇപ്പം നിലവിൽ ഞാൻ പാർട്ടി ലോക്കൽ കമ്മിറ്റി അംഗവും CA2-ൻ്റെ അഞ്ചൽ ഏരിയ കമ്മിറ്റി അംഗവും പ്രൈവറ്റ് ബിൽഡിംഗ് കോൺട്രാക്ട് അസോസിയേഷൻ അതിൻ്റെ സംസ്ഥാന സെക്രട്ടറിയുമായി പ്രവർത്തിക്കുകയാണ്. എന്നാൽ ഞാനും എൻ്റെ കൂടെ ഈ പഞ്ചായത്തിലെ 300ഓളം CPM അനുഭാവികളും പ്രവർത്തകരും പാർട്ടി മെമ്പർമാരടക്കം ഈ പാർട്ടിയുടെ നയപരമായ വഞ്ചനയിൽ പ്രതിഷേധിച്ചു. ഈ പാർട്ടി താഴോട്ടുള്ള സഹാക്കളോട് കാണിക്കുന്ന അനീതി തൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ നടത്തി കേഡർമാരെ സംഘടിപ്പിക്കുകയും സത്യസന്ധമായി പ്രവർത്തിക്കുന്നവരെ അഭിപ്രായം പറയുന്നവരെ തള്ളിപ്പറയുന്ന സമീപനം അടക്കം സ്വീകരിച്ചുകൊണ്ട് ഒരു ഭൂഷാ സ്വഭാവത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സംവിധാനം എന്ന നിലയിൽ മാത്രം മാറ്റിക്കൊണ്ട് ചതിയന്മാരെ ഒരു കൂടാരമായി CPM മാറിയിരിക്കുകയാണ്. ഇതിൽ പ്രതിഷേധിച്ച് ഞാനും 300 പേരോളം CPM വിട്ട് ഞങ്ങൾ തുടർന്ന് ഞങ്ങളെ ഒരു സാമൂഹിക പശ്ചാത്തലം, ഞങ്ങളെ പൊതുപ്രവർത്തനം, ഈ ജനങ്ങളെല്ലാം സഹായിക്കുന്നതിന് ഇപ്പം ഉദയം ചെയ്തിട്ടുള്ള കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും നോക്കിക്കാണുകയും കേരളത്തിലെ എല്ലാ ജനങ്ങളും ഭാവിയിൽ ഇതൊരു വലിയ പ്രസ്ഥാനമായി മാറിക്കൊണ്ട് കേരളത്തിലെ ഈ ഭാരതത്തിൻ്റെ ജനങ്ങൾക്ക് ആശ്രയമായി വന്നിട്ടുള്ള ഇപ്പോൾ പിറന്നു വീണിട്ടുള്ള ഈ 5-ാം തീയതി ശംഖുമുഖത്ത് 6 ലക്ഷം ജനങ്ങളെ അണിനിരത്തി അവരെ മുന്നിൽ പ്രഖ്യാപിച്ചിട്ടുള്ള കരുത്തുറ്റ പ്രസ്ഥാനമായ BDJS-ൽ തുറന്ന് പ്രവർത്തിക്കാനാണ് തീരുമാനം. PBCA സംസ്ഥാന സെക്രട്ടറി KP രാജുവും 300 CPM അനുഭാവികളും CPM വിടുന്ന സാഹചര്യം കൂടി കടന്നുവരുന്ന സാഹചര്യത്തിൽ CPM അഞ്ചൽ ഏരിയ കമ്മിറ്റിയിൽ വലിയ കൊഴിഞ്ഞുപോക്ക് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അഞ്ചൽ ഗ്രാമപഞ്ചായത്തിലെ വക്കമുക്ക് പ്രദേശത്തു നിന്നും CPM മുൻ ഏരിയ കമ്മിറ്റി അംഗത്തിന്റെ നേതൃത്വത്തിൽ 150ഓളം CPM അനുഭാവികൾ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് CPM ബന്ധം ഉപേക്ഷിച്ച് BJP-യിൽ ചേർന്നിരുന്നു. ഇതിനു പിന്നാലെ ഇടമുളക്കൽ പഞ്ചായത്തിലെ തടിക്കാട് പ്രദേശത്തു നിന്നും DYFI ജില്ലാ ജോയിന്റ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ നിരവധി പേർ CPI-യിൽ ചേരുകയും ചെയ്തിരുന്നു. CPM നേതൃത്വം ഏറ്റവും കൂടുതൽ പ്രതിരോധിക്കുന്ന വെള്ളാപ്പള്ളിക്കൊപ്പം പോലും CPM പ്രവർത്തകരും അനുഭാവികളും കൂട്ടത്തോടെ പോകുന്നത് CPM കേന്ദ്രങ്ങളെ അങ്കലാപ്പിലാക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. പുനലൂർ തൊളിക്കോട് ജംഗ്ഷന് സമീപം വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി വ്യാപാര സ്ഥാപനങ്ങൾക്കും വീടുകൾക്കും നാശനഷ്ടം. പൈപ്പ് പൊട്ടലിനെതിരെ ബന്ധപ്പെട്ടവർ നടപടി സ്വീകരിക്കുന്നില്ല. വാട്ടർ അതോറിറ്റിയുടെ പൈപ്പിന് ചെറിയ തോതിൽ ചോർച്ച ഉണ്ടായിരുന്നതായും ഇത് നിരവധി തവണ അധികൃതരെ അറിയിച്ചിട്ടും യാതൊരു നടപടികളും സ്വീകരിച്ചിട്ടില്ലെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. അധികാരികളുടെ ഇനി അറിയിക്കാൻ ആരുമില്ല. അവരൊന്ന് നോക്കാനും കണ്ടുവെച്ച് അന്നു പോകും. ഇത് കൂടെ വന്നൊരു ആപ്പ് അടിച്ച് വെച്ച് പേശം വരുത്തി വെച്ച് അവരവരുടെ പാട്ടിനങ്ങ് പോകും. അങ്ങനായി ഇത് വീണ്ടും വീഴുമെന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ഇവിടുത്തെ രാജശേഖരൻ കൗൺസിലർ ഇന്നലെ ചെന്ന് മെനങ്ങാന്ന് അവരെ വിളിച്ചിവിടെ കൊണ്ടുവന്ന് കാണിച്ചു കഴിഞ്ഞപ്പോൾ പിന്നീട് ഈ സംഭവം ഉണ്ടാകുന്നു. ഇന്നലെ പടാവുന്നൊരു ശബ്ദം കേട്ടുമ്പോൾ വെള്ളം മേപ്പോട്ട് കുതിക്കായിരുന്നു ആദ്യം. അന്നേരം എൻ്റെ വണ്ടി രണ്ടും കൂടെ കിടക്കുക. ആ 2 വണ്ടിയും വെള്ളത്തിൽ പോയേനെ. ഉടനെ എടുത്ത് മാറ്റിയില്ലായിരുന്നു. നാട്ടുകാർ ഓടിക്കൂടി എന്നെ രക്ഷപ്പെടുത്തിയത്. അങ്ങനെ എല്ലാവരെയും വിളിച്ചു പറഞ്ഞ് ചെയർമാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ വന്ന് വെച്ച് അധികാരികൾ വിളിച്ചു പറഞ്ഞ് ഈ വാട്ടർ ലൈൻ അടപ്പിച്ചുകൊണ്ടാണ് രക്ഷപ്പെടാൻ പറ്റത്. ഇല്ലേ വീടും പോയേനെ, ഞാനും പോയേനെ. നാശനഷ്ടം എൻ്റെ സൈഡ് ഈ കെട്ടിടമെല്ലാം ഇടിഞ്ഞു പോയി, കാർ ഷെഡ് പൊളിഞ്ഞു പോയി. പിന്നെ കൃഷിനാശം ഉള്ള വെള്ളമെല്ലാം കൂടെ ആറ്റിപ്പോയിട്ടുണ്ട്. വാഴയും തെങ്ങുമൊക്കെ ആറ്റിപ്പോയിട്ടുണ്ട്. അത്രയൊക്കെ ഒന്ന് സംഭവിച്ചുള്ളൂ. ഇവർ പെട്ടെന്നുണ്ടായ അടച്ചുകൊണ്ട് അധികാരികൾ ഒറ്റ എണ്ണം ഇതുവരെ തിരിഞ്ഞു നോക്കി. ഇത്രയും തോന്നിവാസം കാണിക്കുന്ന ഒരു മേഖല ഈ വാട്ടർ അതോറിറ്റി അല്ലാതെ മറ്റൊരു മേഖലയില്ല. ആര് പറഞ്ഞാലും കേൾക്കത്തുമില്ല, കാണത്തുമില്ല. കഴിഞ്ഞ ദിവസം ഉണ്ടായ ശക്തമായ ജലപ്രവാഹത്തിൽ വീടിന്റെ മതിൽ തകരുകയും കൃഷിയിടങ്ങൾക്ക് നാശം സംഭവിക്കുകയും ചെയ്തു. സമീപത്തെ കടകളിലും വീടുകളിലും വെള്ളം കയറി. വാട്ടർ അതോറിറ്റിയുടെ ഇത്തരം അനാസ്ഥ പ്രദേശത്ത് വൻതോതിലുള്ള പ്രതിഷേധത്തിനും കാരണമായിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. മൂത്രമൊഴിക്കാൻ പോലും സൗകര്യമില്ല. പുനലൂർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലെ യാത്രക്കാർ വലയുകയാണ്.
മൂത്രമൊഴിക്കാൻ സൗകര്യമില്ലാതെ നെട്ടോട്ടമോടുകയാണ് പുനലൂർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ എത്തുന്നവർ. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവരുടെ സ്ഥിതി മറിച്ചല്ല. ലക്ഷങ്ങൾ ചിലവഴിച്ച് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡും അനുബന്ധ സൗകര്യങ്ങളും ഒരുക്കിയെങ്കിലും മനുഷ്യന്റെ പ്രാഥമിക കൃത്യനിർവഹണത്തിന് നിലവാരമില്ലാത്ത സൗകര്യം ഒരുക്കിയതാണ് ഈ നിലയിലെത്താൻ കാരണം. ബിൽഡിംഗിൽ മൂത്രപ്പുര നിർമ്മിച്ചിരുന്നു, എന്നാൽ ഇത് പ്രവർത്തനരഹിതമാണ്. നിലവാരമില്ലാത്ത ഉപകരണങ്ങൾ സ്ഥാപിച്ചതിനാൽ എല്ലാം പൊട്ടിത്തകർന്ന അവസ്ഥയിലാണ്. ഒരു മൂത്രപ്പുരകളിൽ പോലും വെള്ളമില്ല. മിക്കതും പൂട്ടിക്കിടക്കുകയാണ്. താക്കോൽ ആരുടെ കയ്യിലെന്ന് നഗരസഭയ്ക്ക് പോലും അറിയില്ല. ബസ് സ്റ്റാൻഡിനുള്ളിലുള്ള പബ്ലിക് കമ്പൻസേഷനിൽ കാലുകുത്താൻ പറ്റാത്ത സ്ഥിതിയാണ്. ഇവിടെ മലമൂത്ര വിസർജനത്തിനെത്തുന്നവർക്ക് വെള്ളം കിട്ടിയാൽ ഭാഗ്യം. ബസ് സ്റ്റാൻഡിന് ചുറ്റുമുള്ള ഹോമിയോ ആശുപത്രിയുടെ ബിൽഡിംഗും കിണറിന്റെ മറയും കുറ്റിക്കാട് എന്നിവയാണ് പുരുഷന്മാർ അത്യാവശ്യത്തിന് ഉപയോഗിക്കുന്നത്. സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെ ഇവിടെ എത്തുന്ന സ്ത്രീകളുടെ അവസ്ഥ പരമദയനീയമാണ്. ഇവർ പറയുന്നത് ഒന്നു മാത്രം: മനസമാധാനത്തോടെ മൂത്രമൊഴിക്കാൻ ഒരു സൗകര്യമെങ്കിലും നഗരസഭയ്ക്ക് ഒരുക്കാൻ കഴിയുമോ? ന്യൂസ് ബ്യൂറോ, പുനലൂർ. പുനലൂർ നഗരസഭയുടെയും കുടുംബശ്രീ CDSന്റെയും ആഭിമുഖ്യത്തിൽ നിർഭയയുടെ ഭാഗമായുള്ള സംയോജന മീറ്റിംഗ് പുനലൂർ നഗരസഭാ കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിച്ചു. പുനലൂർ നഗരസഭാ ചെയർമാൻ M. A. രാജഗോപാൽ യോഗം ഉദ്ഘാടനം ചെയ്തു. CDS ചെയർപേഴ്സൺ തസ്ലിമ ജേക്കബിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം പുനലൂർ നഗരസഭാ ചെയർമാൻ M. A. രാജഗോപാൽ ഉദ്ഘാടനം ചെയ്തു. ഓരോ വ്യക്തിയെയും ഓരോ കുടുംബത്തെയും ബാധിക്കുന്ന നിലയിൽ ഇപ്പൊ ക്രൈം മാപ്പിംഗ് എന്നൊക്കെ പറയുന്നതിന്റെ എന്തുമാത്രം ശാസ്ത്രീയമായിട്ട് നമുക്കതിനെ വിശ്വാസം എടുക്കാം എന്നുള്ളതിനെ സംബന്ധിച്ചൊന്നും ആധികാരികമായി പറയാൻ ഞാനാണ്. എന്തായാലും ഏറ്റവും കൂടുതൽ സാക്ഷരതയുള്ള, ഏറ്റവും കൂടുതൽ സംസ്കാരമുള്ള ജനങ്ങളുണ്ട് എന്ന് അഭിമാനിക്കുന്ന കേരളത്തിലെ പോലും സാമൂഹ്യ അവസ്ഥ ONVയുടെ ഒരു കവിത തുടങ്ങുന്നത് ഇനി ഞാൻ ഉണർന്നിരിക്കാം നീ ഉറങ്ങുക എന്നാണ്. എന്ന് പറഞ്ഞാൽ പെൺമക്കളുള്ള മാതാപിതാക്കൾ അല്ലെങ്കിൽ കുട്ടികളെയൊക്കെ ഇപ്പൊ നമ്മള് ഒരാൾ ഉണർന്നിരുന്നാലേ ഒരാൾ ഉറങ്ങാൻ കഴിയൂ എന്ന സാമൂഹ്യ അവസ്ഥയാണ് നമ്മുടെ നാട്ടിലുള്ളത്. ഇപ്പോ പെൺകുട്ടികളുടെ കാര്യം പറഞ്ഞാൽ ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ളത് നമ്മളിപ്പോ ആരെങ്കിലും കമന്റ് അടിക്കുന്നതോ നോക്കുന്നതോ ഒക്കെ ഒരു വലിയ പ്രശ്നമായിട്ട് നമ്മളിവിടെ മാപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നാം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ യഥാർത്ഥത്തിൽ അത് തന്നെയാണോ എന്ന് നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ ഇന്നിപ്പോ വളർന്നു വരുന്ന കുട്ടികൾ എങ്ങനെ പോകുന്നു എന്നതിനെ കുറിച്ച് നമുക്ക് എന്തെങ്കിലും ധാരണയുണ്ട്. പുനലൂരിൽ തന്നെ എനിക്കറിയാവുന്ന ഒരു കാര്യം രാഷ്ട്രീയ പ്രവർത്തകൻ ഞാൻ മനസ്സിലാക്കി പറയുക, എണ്ണി പറഞ്ഞാൽ 10 25 ഭേദപ്പെട്ട ജീവിത സാഹചര്യങ്ങളുള്ള വീട്ടിലെ പെൺകുട്ടികളെ വളരെ മോശപ്പെട്ട ക്രൈം റെക്കോർഡുള്ള ആളുകൾ വളരെ പ്ലാൻ ചെയ്ത് മാപ്പ് ചെയ്ത് സ്കെച്ച് ചെയ്ത് കൊണ്ടുപോയ സംഭവം പറയാം. ഞാൻ അത് പല രാഷ്ട്രീയ നേതാക്കളുമായി ചർച്ച ചെയ്തതാണ്. ഞാനിതേ ഒരു വേദിയിലെന്ന് പറയാൻ ആഗ്രഹിക്കുന്നില്ല. കുട്ടികൾ വളർന്നു വരുമ്പോഴേ നോട്ടമിട്ട് തട്ടിക്കൊണ്ട് പോകുന്ന നിലയിലേക്ക് സാമൂഹ്യ സാഹചര്യങ്ങൾ മാറിയിരിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ വാട്സപ്പ്, അതേപോലെ തന്നെ ഫേസ്ബുക്ക്, ഈ വിവര സാങ്കേതിക വിദ്യയുടെ വളർച്ച എങ്ങനെയാണ് കുടുംബങ്ങളെ ബാധിക്കുന്നത്? CDS ജില്ലാ മിഷൻ ജെൻഡർ കൺസൾട്ടന്റ് ബീന റിപ്പോർട്ട് അവതരിപ്പിച്ചു. നഗരസഭാ കൌൺസിലർമാരും കുടുംബശ്രീ പ്രവർത്തകരും അംഗൻവാടി അധ്യാപകരും പങ്കെടുത്ത യോഗത്തിൽ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ K. പ്രഭ, നഗരസഭാ UDF പാർലമെന്ററി പാർട്ടി ലീഡർ നെൽസൺ സെബാസ്റ്റ്യൻ, മുനിസിപ്പൽ സെക്രട്ടറി AS നൈസാം, R. രാജീവ്, പുനലൂർ ജനമൈത്രി പോലീസ് പ്രതിനിധി ജോർജ് കുട്ടി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പുനലൂർ കൊച്ചുപമ്പയിലെ സീസൺ വ്യാപാരികളുടെ നേതൃത്വത്തിൽ ചെന്നൈ ദുരിതബാധിതർക്കുള്ള സഹായം നൽകി. ഭക്ഷണ സാധനങ്ങളും വെള്ളവുമാണ് സീസൺ വ്യാപാരികൾ നൽകിയത്. പുനലൂർ TB ജംഗ്ഷനിലെ കൊച്ചുപമ്പയിലെ സീസൺ വ്യാപാരികളുടെ നേതൃത്വത്തിൽ ചെന്നൈ ദുരിതബാധിതർക്കുള്ള സഹായ വിതരണം സംഘടിപ്പിച്ചു. ചെന്നൈയിലുണ്ടായ കനത്ത മഴയിലും അതേ തുടർന്നുണ്ടായ പ്രളയത്തിലും വീടും മറ്റും നഷ്ടപ്പെട്ട കഷ്ടത അനുഭവിക്കുന്ന ജനങ്ങൾക്ക് ഒരു കൈ സഹായം എന്ന നിലയിലാണ് വ്യാപാരികൾ സമാഹരിച്ച ഭക്ഷണ സാധനങ്ങളും ശുദ്ധജലവും നൽകിയത്. TB ജംഗ്ഷനിലെ കൊച്ചുപമ്പയിലെ സീസൺ വ്യാപാരികളായ H. ഹാഷിം, ഇർഷാദ്, തൽഹത്ത് എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പുനലൂർ. മലയാള നാട്ടിൽ ഇനി വ്യാപാര മഹോത്സവം ഗ്രാൻഡ് കേരള ഷോപ്പിംഗ് ഫെസ്റ്റിവൽ. പവിത്രം ഗോൾഡ് ആൻഡ് ഡയമണ്ടിൽ നിന്നും പർച്ചേസ് ചെയ്യൂ. 15 കോടിയിൽ പരം രൂപയുടെ സമ്മാനങ്ങൾ സ്വന്തമാക്കൂ. 1ാം സമ്മാനം 1 കിലോ സ്വർണവും 1 സെലീരിയോ കാറും. 2ാം സമ്മാനം 1/2 കിലോ സ്വർണം. 3ാം സമ്മാനം 1/4 കിലോ സ്വർണം വീതം 2 ഭാഗ്യശാലികൾക്ക്. 4ാം സമ്മാനം 4 സെലീരിയോ കാറുകൾ 4 ഭാഗ്യശാലികൾക്ക്. 5ാം സമ്മാനം 50,000 രൂപ വീതം 56 ഭാഗ്യശാലികൾക്ക്. എല്ലാ കൂപ്പണും ഉറപ്പ് സമ്മാനങ്ങൾ. സ്ക്രാച്ച് ആൻഡ് വിൻ ഓഫറിലൂടെ സ്വർണ്ണ നാണയങ്ങളും മറ്റനേകം സമ്മാനങ്ങളും. ഈ ഓഫർ ഡിസംബർ 1 മുതൽ ജനുവരി 15 വരെ മാത്രം. പവിത്രം ഗോൾഡ് ആൻഡ് ഡയമണ്ട്, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, പുനലൂർ.
ഗുണമേന്മയിൽ മാത്രം വിശ്വാസമർപ്പിച്ച് 30-ലധികം വർഷങ്ങളുടെ പ്രവർത്തന പാരമ്പര്യം. വിവാഹസാരികൾ, ബ്രാൻഡഡ് റെഡിമെയ്ഡ് തുണിത്തരങ്ങൾ. ഗായത്രി ടെക്സ്റ്റൈൽസ്, PNS കോംപ്ലക്സ്, പുനലൂർ. ഇപ്പോൾ ഓരോ അര കിലോ റിപ്പിൾ ടീയുടെ കൂടെ അര കിലോ പഞ്ചസാര സൗജന്യം. കൂടാതെ ഓരോ 250 ഗ്രാം റിപ്പിൾ ടീയുടെ കൂടെ 13 രൂപ വിലയുള്ള സേമിയ സൗജന്യം. റിപ്പിൾ ടീ. എലഗന്റ് ഇവന്റ്സ് ആൻഡ് കാറ്ററേഴ്സ്, പത്തനാപുരം. മേക്ക് യുവർ ഡേയ്സ് എലഗന്റ് ആൻഡ് ഇവന്റ്ഫുൾ. വിവാഹ നടത്തിപ്പിനും മറ്റ് പ്രിയ മുഹൂർത്തങ്ങൾക്കും നെട്ടോട്ടമോടുന്നവർക്ക് ഇതാ ഒരു സന്തോഷ വാർത്ത. നിങ്ങളുടെ പ്രിയ മുഹൂർത്തങ്ങൾ ഏതുമാകട്ടെ, എല്ലാം ഒരു കുടക്കീഴിൽ മിതമായ നിരക്കിൽ. എലഗന്റ് ഇവന്റ്സ് ആൻഡ് കാറ്ററേഴ്സ്, പത്തനാപുരം. Catering service. We cater for all occasions. Elegant events. SBT ATM സമീപം, KO Abraham Building, പത്തനാപുരം. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്, മെയിൻ റോഡ്, പുനലൂർ. സാനിറ്ററി ആൻഡ് ബാത്റൂം ഫിറ്റിംഗ്സ്, ടൈൽസ്, പാരിവെയർ, ക്രിസ്റ്റൽ ബാത്ത് ഗാലറി, ഇലക്ട്രിക്കൽ ഗുഡ്സ്, ഫാൻസി ലൈറ്റുകൾ, പാനസോണിക് AC-യുടെ അംഗീകൃത ഡീലർ, ഫിനോലെക്സ് പ്ലംബിംഗ് പൈപ്പുകൾ, കിച്ചൺ കബോർഡ് ആക്സസറീസ്, ക്വിക്ക് സ്റ്റെപ്പ് വുഡൻ ഫ്ലോറിംഗ്, മഹീന്ദ്ര പവർ ഓൾ ജനറേറ്ററുകൾ, ഹാർഡ്വെയർ. ഗുണമേന്മ, വിൽപ്പനാനന്തര സേവനം എന്നിവ ഞങ്ങളുടെ മാത്രം പ്രത്യേകതയാണ്. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം, പുനലൂർ. എടാ, നിന്നെപ്പോലെ ചെറുപ്പത്തിൽ തുടങ്ങിയതായി എനിക്കും ഡയബറ്റീസ്. എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും വീണ്ടെടുത്തു തന്നത് നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റൽ അല്ലേ? ഡയബറ്റിക് റെറ്റിനോപ്പതി മൂലമുണ്ടാകുന്ന കാഴ്ചക്കുറവ് ചികിത്സിച്ച് മാറ്റുക തന്നെ വേണം. അതിന് ഏറ്റവും മികച്ച ചികിത്സ നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റലിൽ ഉണ്ടല്ലോ. കാറ്ററാക്ട്, ഗ്ലൂക്കോമ ആൻഡ് ഡയബറ്റിക് ഐ കെയർ സെന്റർ. കാഴ്ചയുടെ ദീപവുമായി ഞങ്ങൾ നിങ്ങൾ പൊന്നു വാങ്ങുമ്പോൾ പൊന്നു സമ്മാനം. നറുക്കെടുപ്പോ ഭാഗ്യ പരീക്ഷണമോ ഇല്ല. ഓരോ പവൻ സ്വർണത്തിനുമൊപ്പം ഒരു ഗോൾഡ് കോയിൻ തികച്ചും സമ്മാനമായി സ്വന്തമാക്കാം. പൊന്നു വാങ്ങൂ, പൊന്നു സമ്മാനമായി നേടൂ. ഇടിമണിക്കൽ ജുവലറിയിൽ വളകലക്കം. അപൂർവ സുന്ദരങ്ങളായ വളകളുടെ 1000-ലേറെ ഡിസൈനുകൾ. പൊന്നു വാങ്ങുമ്പോൾ പൊന്നു സമ്മാനം. ഈ ഓഫർ ഒക്ടോബർ 15 വരെ മാത്രം. ഇടിമണിക്കൽ ജുവലറി, പുനലൂർ. ഇടിമണിക്കൽ ഫാഷൻ ജുവലറി, ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി, മുണ്ടക്കയം, മുക്കുട്ടുതറ, ചിറ്റാർ, റാന്നി. പത്തനാപുരം ടൗണിലെ ഭക്ഷണശാലകളിൽ ആരോഗ്യ ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി. 22 വ്യാപാര സ്ഥാപനങ്ങൾക്കെതിരെ നടപടി സ്വീകരിച്ചു. പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധനയിൽ 22 വ്യാപാര സ്ഥാപനങ്ങൾക്കെതിരെ നടപടിയെടുത്തു. പത്തനാപുരം പട്ടണത്തിൽ ചില ഹോട്ടലുകൾ വൃത്തിഹീനമായ സാഹചര്യത്തിൽ പ്രവർത്തിക്കുന്നതായും അമിത വില ഈടാക്കുന്നതായും കണ്ടെത്തി. പള്ളിമുക്ക്, നെടുമ്പറമ്പ്, പിറവന്തൂർ, അലിമുക്ക് തുടങ്ങിയ മേഖലകളിൽ നടന്ന പരിശോധനയിൽ വൃത്തിഹീനമായ സാഹചര്യത്തിൽ പ്രവർത്തിക്കുന്ന 3 ഹോട്ടലുകൾ പൂട്ടി. അനധികൃതമായി അളവിൽ കൂടുതലായി സൂക്ഷിച്ചിരുന്ന മണ്ണെണ്ണ, ഗ്യാസ് സിലിണ്ടർ എന്നിവയും പിടിച്ചെടുത്തു. ലൈസൻസ് ഇല്ലാതെയും വില വിവര പട്ടിക പ്രദർശിപ്പിക്കാത്തതുമായ സ്ഥാപനങ്ങൾക്കെതിരെ നടപടി സ്വീകരിച്ച് പിഴ ഈടാക്കി. കഴിഞ്ഞ താലൂക്ക് വികസന സമിതി യോഗത്തിൽ അയ്യപ്പ ഭക്തരടക്കമുള്ളവരുടെ പക്കൽ നിന്നും ചില ഹോട്ടലുകൾ അമിത വില ഈടാക്കുന്നതായുള്ള പരാതി ഉയർന്നിരുന്നു. ഈ സാഹചര്യത്തിൽ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന നടത്തിയത്. വരും ദിവസങ്ങളിലും പരിശോധന കർശനമാക്കുമെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഡെപ്യൂട്ടി തഹസിൽദാർ അബ്ദുൽ ബാരി, താലൂക്ക് സപ്ലൈ ഓഫീസർ ഷാജി കെ ജോൺ, ഭക്ഷ്യ സുരക്ഷാ ഇൻസ്പെക്ടർ എ അനസ് എന്നിവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വിദ്യാഭ്യാസ വായ്പയെടുത്ത വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളും ചാച്ചിപ്പുന്ന SBT ബ്രാഞ്ചിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ധർണ INPA പത്തനാപുരം താലൂക്ക് സെക്രട്ടറി M ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു. മൊറട്ടേറിയം കാലയളവിൽ ജപ്തി നടപടികൾ കൈക്കൊള്ളരുതെന്നും ബാങ്കുകൾക്കൊപ്പം ചേർന്ന് ജനങ്ങളെ ഭീഷണിപ്പെടുത്തി ആത്മഹത്യയിലേക്ക് പ്രേരിപ്പിക്കുന്ന നടപടികൾ അധികാരികൾ അവസാനിപ്പിക്കണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു. പലിശ ഇളവിന് കേന്ദ്ര സർക്കാർ അനുവദിച്ച 2600 കോടി രൂപ അർഹതപ്പെട്ടവർക്ക് നൽകുക, വായ്പ തിരിച്ചുപിടിക്കാൻ റിലയൻസിനെ ഏൽപ്പിച്ചത് പിൻവലിക്കുക, അധികാരികളുടെ നിയമവിരുദ്ധ നടപടികൾ അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് INPAയുടെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ വായ്പ എടുത്ത വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും നേതൃത്വത്തിൽ SBT പുന്നല ബ്രാഞ്ചിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. പുന്നല
കുന്നല ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ച് ചാച്ചിപ്പുന്ന SPTക്ക് സമീപം സമാപിച്ചു. തുടർന്ന് നടന്ന ധർണ INBA പത്തനാപുരം താലൂക്ക് സെക്രട്ടറി M. ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു. ഈ വായ്പ എടുത്താൽ തിരിച്ചടയ്ക്കാവുന്ന വ്യവസ്ഥയിൽ ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ഞങ്ങൾ ബാധ്യസ്ഥരുമാണ്. പക്ഷെ ഇവിടെ അതല്ല വിഷയം. ഈ വായ്പ എടുത്തിട്ടുള്ള മുഴുവൻ ആളുകളെയും വായ്പയുടെ പേരിൽ പീഡിപ്പിക്കുന്ന സമീപനം ബാങ്കുകൾ കൈക്കൊണ്ടിരിക്കുകയാണ്. വിദ്യാഭ്യാസ വായ്പ എടുത്തിട്ടുള്ള രക്ഷകർത്താക്കൾ ഈ പീഡനങ്ങൾ അറിയണമെന്ന് അറിയാതെയാണ് ബാങ്കുകൾ പറഞ്ഞിട്ടുള്ള പേപ്പറുകൾ ഒപ്പിട്ട് കൊടുത്തിട്ടുള്ളത്. കാരണം വിദ്യാഭ്യാസ വായ്പ സർക്കാർ അനുവദിച്ചിരിക്കുന്നതാണ്. നിങ്ങളുടെ കുട്ടികൾക്ക് ഉന്നത വിദ്യാഭ്യാസം നടത്താൻ ആഗ്രഹമുണ്ടെങ്കിൽ അതിനുള്ള സാമ്പത്തിക ശേഷി നിങ്ങൾക്കില്ല എങ്കിൽ ബാങ്കുകൾ നിങ്ങൾക്ക് ആവശ്യമായ വായ്പ നൽകും എന്ന് ഗവൺമെന്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പൊ അതാണ് ഈ വായ്പ എടുക്കാൻ രക്ഷകർത്താക്കൾ ബാങ്കുകളെ ആശ്രയിച്ചത്. ഇതാരുടെ ഔദാര്യമൊന്നുമല്ല. ഇത് ഈ രാജ്യം ഒരു ജനാധിപത്യ രാജ്യത്ത് ഗവൺമെന്റ് സ്വീകരിക്കേണ്ട നടപടികളുടെ ഭാഗമാണ്. അപ്പോ അത് വിശ്വസിച്ച് നമ്മൾ ഈ വായ്പ എടുക്കാനായി ബാങ്കുകളെ സമീപിക്കുന്നു. അവർ പറയുന്ന മുഴുവൻ പേപ്പറുകളിലും ഒപ്പിട്ട് കൊടുക്കുന്നു. അവർ പറയുന്ന ഡോക്യുമെന്റ്സ് എല്ലാം അവിടെ കൊണ്ട് കൊടുക്കുന്നു. അപ്പൊ ഏതെങ്കിലും വിധത്തിൽ വായ്പ കിട്ടിയാൽ മതി തന്റെ കുട്ടിയെ പഠിപ്പിക്കാൻ നിർമ്മാതാക്കൾക്ക്. അതാണ് ആശ്രയം. താലൂക്ക് പ്രസിഡന്റ് VS ജോൺ, S രാഘവൻ, G ധ്രുവകുമാർ, S രാജേന്ദ്രൻ, V വിശ്വനാഥൻ പിള്ള തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. CPM നേതൃത്വത്തിൽ ചെന്നൈയിലെ പ്രളയബാധിതർക്കുള്ള ദുരിതാശ്വാസ നിധി ഫണ്ട് ശേഖരണം ആരംഭിച്ചു. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ജോർജ് മാത്യു ഫണ്ട് ശേഖരണത്തിന് നേതൃത്വം നൽകി. CPMന്റെ നേതൃത്വത്തിൽ ചെന്നൈയിലെ പ്രളയബാധിതർക്കുള്ള ദുരിതാശ്വാസ നിധി ഫണ്ട് ശേഖരണം ആരംഭിച്ചു. ബുധനാഴ്ച രാവിലെ CPM പാർട്ടി ഓഫീസിൽ നിന്നും ആരംഭിച്ച ഫണ്ട് പിരിവിന് CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ജോർജ് മാത്യു, CPM പുല്ലൂർ ഏരിയ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് P. സജി തുടങ്ങിയവർ നേതൃത്വം നൽകി. വിവിധ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും പൊതുജനങ്ങളിൽ നിന്നും ശേഖരിക്കുന്ന സംഭാവനയുടെ കണക്കുകൾ മാധ്യമങ്ങളിൽ പ്രസിദ്ധീകരിച്ച് കേരളത്തിലാകമാനം സമാഹരിക്കുന്ന തുക തമിഴ്നാടിന് കൈമാറുമെന്നും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ജോർജ് മാത്യു അറിയിച്ചു. ഈ വെള്ളപ്പൊക്കത്തിൽ ദുരിതം അനുഭവിക്കുന്ന മലയാളികൾ ഉൾപ്പെടെയുള്ള ലക്ഷക്കണക്കായ മദ്രാസ് നിവാസികളെ സഹായിക്കാൻ CPMന്റെ കേരള ഘടകം ഇന്ന് കേരളത്തിലെ എല്ലാ പാർട്ടി ബ്രാഞ്ച് മേഖലയിലും പാർട്ടി പ്രവർത്തകരും നേതാക്കന്മാരും ഒത്തുചേർന്ന് എല്ലാ ബഹുജനങ്ങളെയും കണ്ട് അവരുടെ ചെറുതും വലുതുമായിട്ടുള്ള സംഭാവനകൾ സ്വീകരിക്കുകയാണ്. 2 ദിവസത്തിനുള്ളിൽ ഈ സംഭാവനയുടെ കണക്ക് പരസ്യമായി മാധ്യമങ്ങളിൽ പ്രസിദ്ധീകരിച്ച് കേരളത്തിലാകെ സമാഹരിച്ചെത്തുക തമിഴ്നാട്ടിൽ കൈമാറും. ന്യൂസ് ബ്യൂറോ, പുനലൂർ. നാഷണൽ ഗേൾ ചൈൽഡ് ഡേയുടെ ഭാഗമായി പുനലൂർ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ NSS യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ മനുഷ്യച്ചങ്ങല തീർത്തു. കൌമാരപ്രായക്കാർ നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ച് സെമിനാറും സംഘടിപ്പിച്ചു. നാഷണൽ ഗേൾ ചൈൽഡ് ഡേയുടെ ഭാഗമായി പുനലൂർ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ NSS യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ പെൺകുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് മനുഷ്യച്ചങ്ങല തീർത്തു. NSS ലീഡർമാരായ നൌറിൻ, ശംഭു എന്നിവരുടെ നേതൃത്വത്തിൽ ശാക്തീകരണ പ്രതിജ്ഞയെടുത്തു. സ്കൂൾ പ്രിൻസിപ്പൽ K. ഹരികുമാരൻ പിള്ള ശാക്തീകരണ സന്ദേശം നൽകി. തുടർന്ന് കൌമാരപ്രായക്കാർ നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ച് സെമിനാറും സംഘടിപ്പിച്ചു. സ്കൂൾ മാനേജർ N. മഹേശൻ, പത്തനാപുരം താലൂക്ക് സമാജം പ്രസിഡന്റ് NP ജോൺ, ഹെഡ് മിസ്ട്രസ് രമാദേവി, സ്റ്റാഫ് സെക്രട്ടറി M. ആരിഫ ബീവി, ജസ്റ്റിൻ ജോർജ്, NSS പ്രോഗ്രാം ഓഫീസർ KB സുരേഷ് കുമാർ എന്നിവർ നേതൃത്വം നൽകി. ലൈവ് വാർത്ത, പുനലൂർ. ഈ നിമിഷമായിരുന്നു എന്റെ സ്വപ്നം. ഈ കാഴ്ചയ്ക്കായിരുന്നു എന്റെ കാത്തിരിപ്പ്. ഈ മുഹൂർത്തത്തിനായിരുന്നു ഞങ്ങളുടെ ജീവിതം. ഈ സംഗമത്തിനായിരുന്നു ഞങ്ങളുടെ പ്രാർത്ഥന. Pallatra Fashion Jewelers, as pure as your love. പുനലൂർ, ആലപ്പി, പത്തനംതിട്ട, ചേർത്തല. വെറൈറ്റി ലേഡീസ് കളക്ഷൻസിന്റെ നവീകരിച്ച ഷോറൂം പുനലൂർ SPTക്ക് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. മാച്ചിങ് മാല, വള, കമ്മൽ, ഹെയർ ക്ലിപ്പ്, ഷെഹനാസ്, ലാക്മി, ആറ്റിറ്റ്സ് ഡാസ്ലർ, മെബ്ലിൻ, ലോറിയൽ, ലോട്ടസ്, റെവലോൺ കൂടാതെ നിരവധി പ്രമുഖ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ ലേഡീസ് ബാഗുകൾ, പേഴ്സുകൾ, ക്ലേഷ് ബാഗുകൾ, ഗിഫ്റ്റ് ടോയ്സ്, ഫ്ലവേഴ്സ്, ക്ലേഷ് ഐറ്റംസ്, ചുരിദാർ മെറ്റീരിയൽസ്, ബ്രൈഡൽ കളക്ഷൻസ്, ഡാൻസ് ഓർണമെന്റ്സ്, ഭരതനാട്യം സെറ്റ് ഹോൾസെയിൽ വിലയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നു. വെറൈറ്റി ലേഡീസ് കളക്ഷൻസ്. സിറ്റി അലുമിനിയം ട്രേഡേഴ്സ്, ചെമ്മന്തൂർ, പുനലൂർ.
മികച്ച പ്രാവീണ്യം നേടിയ ഞങ്ങൾ അലൂമിനിയം പാർട്ടീഷൻ, സൂപ്പർ സ്ലൈഡിംഗ് വിൻഡോസ്, ഫോൾ സീലിംഗ്സ്, സ്ട്രക്ചറൽ ഗ്ലേസിംഗ്, ജിപ്സം ബോർഡ്, PVC ഡോർ, PVC സീലിംഗ്, കിച്ചൺ കബോർഡ് ആക്സസറീസ്, ബാത്റൂം ഡോർസ് കൂടാതെ എല്ലാവിധ അലൂമിനിയം ഫാബ്രിക്കേഷൻ വർക്ക്സും മെറ്റീരിയൽസും ഞങ്ങളിൽ നിന്ന് മിതമായ വിലയിൽ പർച്ചേസ് ചെയ്ത് നിങ്ങളുടെ സൗകര്യാർത്ഥം ചെയ്തു നൽകപ്പെടുന്നു. സിറ്റി അലൂമിനിയം ട്രേഡേഴ്സ്. ഫോൺ 0475220357. പൊന്നണിയാൻ ആശിക്കുന്ന പെൺമനസ്സുകൾക്ക് പൊന്നിൻ കലവറയുമായി പവിഴം ഗോൾഡ്. ലേറ്റസ്റ്റ് ഫാഷൻ ഡിസൈൻ ആഭരണങ്ങളുടെയും പാരമ്പര്യ തനിമയുള്ള ആഭരണങ്ങളുടെയും വിപുലമായ കളക്ഷൻസ്. മനസ്സ് നിറഞ്ഞ് അണിഞ്ഞൊരുങ്ങാൻ പവിഴം ഗോൾഡ് ഉള്ളപ്പോ ആഘോഷങ്ങൾക്കിനി അതിരുകൾ വേണ്ട. പവിഴം ഗോൾഡ് 100% 916 BIS ഹോൾമാർക്ക് ഷോറൂം, മുനിസിപ്പൽ ബിൽഡിംഗ്, മാർക്കറ്റ് ജംഗ്ഷൻ, പുനലൂർ. അഞ്ചൽ സെയിന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ ആതുര സേവനത്തിന്റെ 62ാം വർഷത്തിളക്കത്തിൽ മൾട്ടി സ്പെഷ്യാലിറ്റി, സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗത്തിലുള്ള എല്ലാത്തരം രോഗങ്ങൾക്കും പ്രതിവിധി നൽകുന്നു. പരിചയസമ്പന്നരും പ്രഗത്ഭരുമായ ഡോക്ടേഴ്സ്, ഡയാലിസിസ് യൂണിറ്റ്, ബ്ലഡ് ബാങ്ക്, ക്ലിനിക്കൽ ലാബ്, ന്യൂറോ ICU, കാർഡിയക് ICU, സർജിക്കൽ ICU മുതലായ നൂതന സൗകര്യങ്ങളോട് കൂടിയ സെയിന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ അഞ്ചലിന്റെ ഹൃദയഭാഗത്തായി ശോഭിക്കുന്നു. ഫോൺ 0475 2271 341 ഓധാൻ ഫിനിഷർ ചർച്ച് പുനലൂർ ഒരുക്കുന്ന ആരാധനയും വിടുതൽ ശുശ്രൂഷയും എല്ലാ ഞായറാഴ്ചയും വെള്ളിയാഴ്ചയും രാവിലെ 10:30 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ പുനലൂർ ചെമ്മന്തൂർ YMCA ഹാളിൽ ഈ തലമുറയിലെ അഭിഷിക്തനായ പാസ്റ്റർ ജോഷി വർഗീസ് ദൈവവചനം ശുശ്രൂഷിക്കുന്നു. നിങ്ങൾക്കായി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഏവർക്കും സ്വാഗതം. വരിക, യേശുക്രിസ്തു നിങ്ങളെ വിടുവിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 9605061422 9744674066. ബിവറേജസ് ഔട്ട്ലെറ്റിൽ നിന്നും തുകയില്ലാത്ത ബില്ലുകൾ നൽകി ക്രമക്കേട് നടത്തുന്നതായി പരാതി. തെന്മല ഔട്ട്ലെറ്റിലാണ് മദ്യം വാങ്ങിയവർക്ക് തുക രേഖപ്പെടുത്താതെ ബില്ല് ലഭിച്ചത്. സംഭവം സ്ഥിരമായതോടെയാണ് മദ്യം വാങ്ങുന്നവർ മാധ്യമപ്രവർത്തകരെ വിവരം അറിയിച്ചത്. മുൻപും തെന്മല ബിവറേജസ് ഔട്ട്ലെറ്റിൽ നിന്നും ഇത്തരത്തിൽ നിരവധി പരാതികൾ ഉയർന്നു വന്നിരുന്നു. വില കുറഞ്ഞ മദ്യം സ്റ്റോക്ക് ഇല്ലെന്ന് പറഞ്ഞ് ബില്ലിലെ തുകയേക്കാൾ കൂടുതൽ തുക ജീവനക്കാർ വാങ്ങുന്നതായി പരാതി ഉണ്ടായിരുന്നു. ചോദ്യം ചെയ്യുന്നവരെ പോലീസിനെ വിളിച്ചു വരുത്തി അകത്താക്കുകയാണ് ജീവനക്കാർ ചെയ്യുന്നത്. തുകയില്ലാത്ത ബില്ലുകൾ നൽകുന്നത് വഴി വൻ ക്രമക്കേടാണ് നടക്കുന്നതെന്നും സർക്കാർ ഖജനാവിൽ എത്തേണ്ട തുക ഉദ്യോഗസ്ഥരുടെ കീശയിലാണ് എത്തുന്നതെന്നും ഇതോടെ വ്യക്തമാകുന്നു. ഇതുകൂടാതെ വില കുറഞ്ഞ മദ്യങ്ങൾ പ്രദേശത്തെ അനധികൃത മദ്യവിൽപ്പനക്കാർക്ക് മൊത്തമായി നൽകുന്നതിന് കൈക്കൂലി വാങ്ങുന്നതായും പരാതിയുണ്ട്. ബിവറേജസ് ഔട്ട്ലെറ്റുകളിലെ ഇത്തരം ക്രമക്കേടുകൾ വിജിലൻസ് അന്വേഷിക്കണമെന്നാണ് ആവശ്യം ഉയരുന്നത്. ന്യൂസ് ബ്യൂറോ, തെന്മല. ചെന്നൈയുടെ കണ്ണീരൊപ്പാൻ പത്തനാപുരം മൗണ്ട് താബോർ ഗേൾസ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥിനികൾ രംഗത്തിറങ്ങി. ആശ്വാസ ധനമായി 20,000 രൂപയാണ് വിദ്യാർത്ഥിനികൾക്ക് ലഭിച്ചത്. സ്കൂൾ ലീഡർ ഷാഹിന ഷാജിയുടെയും ഗൗരി വേണുഗോപാലിന്റെയും നേതൃത്വത്തിൽ 12ഓളം കൂട്ടുകാരികൾ മാനേജ്മെന്റിന്റെ പിന്തുണയോടെയും അധ്യാപകരുടെ സഹായത്തോടെയും രംഗത്തിറങ്ങിയപ്പോൾ പ്രദേശത്തു നിന്നും ആശ്വാസ ധനമായി ലഭിച്ചത് 20,000 രൂപയാണ്. ഈ തുക ചെന്നൈക്കൊരു കൈത്താങ്ങ് പദ്ധതിക്ക് കൈമാറുകയും ചെയ്തു. സ്കൂൾ അങ്കണത്തിൽ മൗണ്ട് താബോർ കോർപ്പറേറ്റ് മാനേജർ CEO ജോസഫ് റംബാൻ തുക കൈമാറി. കൊച്ചുകൂട്ടുകാരുടെ കാരുണ്യ പ്രവർത്തനത്തെ CEO ജോസഫ് റംബാൻ, PTA പ്രസിഡന്റ്, ജില്ലാ പഞ്ചായത്ത് അംഗവുമായ അഡ്വക്കേറ്റ് S വേണുഗോപാൽ എന്നിവർ പ്രകീർത്തിച്ചു. ഇന്ന് ആയിരങ്ങൾ വേദനിക്കുന്ന ചെന്നൈ ഭാഗത്തെ ജനങ്ങളുടെ പ്രയാസത്തെപ്പറ്റി കേൾക്കുമ്പോൾ നമ്മുടെ ഇത് വലിയ തുകയൊന്നുമല്ല എങ്കിൽ കൂടിയും പ്രിയപ്പെട്ട PTA പ്രസിഡന്റ് ഓർപ്പിച്ചതുപോലെ ചുരുങ്ങിയ സമയം കൊണ്ട് ഇത്രയും പൈസ സമാഹരിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് ഈശ്വരൻ നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. ലോക്കൽ മാനേജർ ബെഞ്ചമിൻ മാത്യു, മുൻ ഗ്രാമപഞ്ചായത്ത് അംഗം ഷീജ ഷാനവാസ്, അധ്യാപകരായ കോശി തോമസ്, എബിൻ ജോർജ്, യോഹന്നാൻ ജോസഫ്, ഷാജി ലൂക്കോ, ഇല്യാസ് D തങ്കമണി എന്നിവർ ചടങ്ങിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. ഇനി സ്വർണ്ണവില നിരക്കുകൾ. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്രം ജുവല്ലേഴ്സ് പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പവിത്രം ജുവല്ലേഴ്സ് പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. CPM സ്വീകരിച്ചു വരുന്ന നയപരമായ വഞ്ചനകൾക്കെതിരെ പാർട്ടി വിടുന്നതായി നേതാക്കൾ. അഞ്ചലിൽ 300ഓളം പാർട്ടി പ്രവർത്തകരും അനുഭാവികളും BDJS-ൽ ചേർന്നു. പത്തനാപുരം ടൗണിലെ ഭക്ഷണശാലകളിൽ ആരോഗ്യ ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി. 22 വ്യാപാര സ്ഥാപനങ്ങൾക്കെതിരെ നടപടി.
ബിവറേജസ് ഔട്ട്ലെറ്റിൽ നിന്നും തുകയില്ലാതെ ബില്ലുകൾ നൽകി ക്രമക്കേട് നടത്തുന്നതായി പരാതി. തെന്മല ഔട്ട്ലെറ്റിലായിരുന്നു സംഭവം. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം. ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പുനലൂർ ഇലക്ട്രിക്കൽസ്, വെറൈറ്റി ലേഡീസ് കളക്ഷൻസ് പുനലൂർ, കിങ്സ് മെഡിക്കൽ ലാബ് പുനലൂർ, ഇടിമണിക്കൽ ജുവലറി പുനലൂർ, കുരുമ്പേലിൽ ഇലക്ട്രോണിക്സ് പുനലൂർ, ശങ്കർ സായി ഹോസ്പിറ്റൽ പുനലൂർ.